ആൻഡ് ദിസ് ഈസ് ഫെബ. ഒരു ഫസ്റ്റ് ലോങ് വീഡിയോ യൂട്യൂബിൽ ഇടണമെന്ന് വിചാരിക്കും, കുറേ നാളായിട്ട് വിചാരിക്കുക, പക്ഷേ അതുകൊണ്ട് നടക്കണില്ല. അതിൻ്റെ ഇടയ്ക്ക് എക്സാം വന്നു, സ്റ്റഡി ലീവ് പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി. അപ്പോൾ തിരിച്ച് മാംഗ്ലൂർ വന്ന ശേഷം ഇടാം എന്ന് വിചാരിച്ചു. പക്ഷേ വീട്ടിൽ വെച്ച് 2-3 തവണ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ സാഹചര്യം എന്നെ അനുവദിച്ചിട്ടില്ല. ഓക്കെ, സത്യം പറയാൻ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഇടണ്ടേ, എവിടുന്ന് തുടങ്ങണം, എവിടുന്ന് പറയണം, അല്ലെങ്കിൽ എവിടുന്ന് അവസാനിപ്പിക്കണമെന്ന് യാതൊരു ഐഡിയയും എനിക്കില്ല. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോണ്ടൻറ് ക്രിയേഷൻ, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ്സ്, റീൽസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബിൽ നിന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മയത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ +2 പഠിക്കണം, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം, ഇങ്ങനെ ഒരു പുതിയ മെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പുതിയ അക്കൗണ്ടൊക്കെ തുടങ്ങി. പക്ഷേ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു, നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ സ്കൂൾ ടൂറാണ്. സ്കൂളിൻ്റെ അതിലേക്കുള്ളെല്ലാം പോയി സ്കൂളിൻ്റെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ നമ്മൾ വീഡിയോ എടുത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. നമ്മൾ വീഡിയോ എടുക്കാൻ പോയി ആ വഴി നമ്മൾ പിന്നെ വേറെ എന്തൊക്കെയോ അങ്ങ് പോയി. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും പോയിട്ടില്ല. പിന്നെ റീൽസ് വേണ്ട ടിക്ടോക്ക്, അങ്ങനെ പിന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, അങ്ങനെ അങ്ങ് പോയി. പക്ഷേ ഇങ്ങനൊരു വ്ളോഗ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു കോണ്ടൻറ് ക്രിയേഷൻ അങ്ങനെയൊന്നും മൈൻഡിൽ വന്നിട്ടേ ഇല്ലായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പേജ് തുടങ്ങി, ടെയിൽസ് ഓഫ് ഫെബ എന്നാണ് പേജിൻ്റെ പേര്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ വ്ളോഗ് ഇടാൻ തുടങ്ങി. വ്ളോഗ് ഇട്ടപ്പോഴത്തേക്ക് കൊള്ളാം, പ്ലീസ് സംശയിക്കുന്ന വളവളവളവള പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്കൊരു മടുപ്പുണ്ടാവുന്നില്ല, ഞാനത് എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോ എനിക്കിട്ട് പണിതു അക്കൗണ്ട്. എനിക്കറിയില്ല ഹാക്കായതാണോ അതോ റിപ്പോർട്ട് അടിച്ചതാണോ, കയ്യിൽ നിന്ന് അക്കൗണ്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ച് ഡൗൺ ആയിപ്പോയി. പിന്നെ ഞാൻ വേറൊരു അക്കൗണ്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അതിനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ഓക്കെ വേണ്ട നിർത്താം. പിന്നെ എക്സാംസ് വന്നപ്പോഴത്തേക്ക് ടൈമില്ല, അങ്ങനെ അതങ്ങ് സ്റ്റോപ്പായിപ്പോയി. പിന്നെ സ്റ്റഡി ലീവിന് വീട്ടിൽ പോയ സമയത്താണ് പെട്ടെന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ എൻ്റെ സ്വന്തം പ്രൈവറ്റ് അക്കൗണ്ട് ലോക്കൗട്ടായിപ്പോയി. ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കിയപ്പം ഈ അക്കൗണ്ട് കണ്ടു. ചുമ്മാ ഒന്ന് കയറാം, ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടും പറ്റുന്നില്ലായിരുന്നു. ജസ്റ്റ് വിത്തൗട്ട് പാസ്വേഡ് ഞാൻ ലോഗിനായി. ജസ്റ്റ് അങ്ങനെ ഞാൻ ലോഗിനായി. ഇവൻ ഞാൻ നമ്പർ വരെ ചേഞ്ച് ചെയ്തായിരുന്നു എൻ്റെ. അപ്പോൾ എങ്ങനെ ലോഗിനായെന്ന് എനിക്കും അറിയത്തില്ല. ഓക്കെ, എങ്ങനെയോ ലോഗിനായി, തിരിച്ച് അക്കൗണ്ട് കിട്ടി. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എക്സാം ഒക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങി. എന്നാലും മടി എന്ന് പറഞ്ഞൊരു സാധനം വരെ കൂടെപ്പറപ്പായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്ക് സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഈ 2026 ഞാൻ എടുത്തൊരു ഡിസിഷനാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഒക്കെ, എവിടെ നിന്നൊക്കെ എന്തൊക്കെ റൂമേഴ്സ് വന്നാലും ഓക്കെ, എന്തൊക്കെ ആണേലും ശരി, ഐ വിൽ കണ്ടിന്യൂ ദിസ്. ബിക്കോസ് എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ എടുത്ത വേറൊരു ഡിസിഷൻ എന്ന് പറയുന്നത് സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. അത് ഡെഫിനറ്റ്ലി ഞാൻ ഫോളോ ചെയ്യും. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് കുറേ പേരെ ഒഴിവാക്കിയിട്ടുണ്ട്, കുറേ പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഇവരെല്ലാവരും എന്നെപ്പറ്റി ഓക്കെ അവളങ്ങനാണ്, അല്ല അവൾ ഇന്നത് കൊണ്ടാണ്, ഓക്കെ ലൈക്ക് ഷീപ്പ് അവളിപ്പോൾ ഇങ്ങനെയാണ് എന്നെല്ലാം പല പല റൂമേഴ്സ് ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇന്നലെയും കേട്ടു, ഇനി നാളെയും കേൾക്കും. അതെനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ സക്സസ് ആകണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരുന്ന ഈ സ്നേക്സ് ഉണ്ടല്ലോ, അവരെയൊക്കെ ഡെഫിനറ്റ്ലി ഒഴിവാക്കും. അതിപ്പോൾ അവരെന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും ഒക്കെ അതെനിക്കൊരു ചുക്കും അല്ല എന്നൊരു മട്ടിലാണിത്. പിന്നെ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറായിരുന്നു. നമുക്കുണ്ടായിരുന്നൊരു കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ളൊരു വിഷമം പറഞ്ഞാൽ പറ്റത്തില്ല. അത് വഴിയുള്ള വ്ളോഗ്സിൽ എന്താണ് സംഭവം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഞാനിപ്പോൾ പഠിക്കുന്നത് മംഗലാപുരത്താണ്, ലക്ഷ്മി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. അവിടെയാണ് പഠിക്കുന്നത്. നഴ്സിംഗ് 3rd ഇയർ സ്റ്റുഡൻ്റാണ്. അതെനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ 3rd ഇയർ ആണെന്ന്. ബിക്കോസ് ഞാൻ 2023 ഒക്ടോബറിലാണ് ഇവിടെ വരുന്നത് ഫസ്റ്റ് ഓറിയൻറ്റേഷൻ ക്ലാസ്സിന്. അപ്പം എൻ്റെ വീട്ടുകാരും പറയുന്നത് കൊണ്ടുവിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. 3rd ഇയർ ആയെന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ഇയർ ഡിസംബറിൽ കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. അത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോ എൻ്റെ വീട്ടിൽ പപ്പയുണ്ട്, മമ്മിയുണ്ട്, ഒരു അനിയനുണ്ട്. അനിയൻ 10th പഠിക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ
കൊടുത്തേക്കാം. അത് എല്ലാവരും പോയി ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് ആകട്ടെ, ഇന്ന ടൈപ്സ് വീഡിയോസ്, അങ്ങനെയെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഡെഫിനറ്റ്ലി അതിൽ നോക്കുന്നതായിരിക്കും. പിന്നെയെന്ന് പറയുന്നത്, ഞാനിപ്പം ഇൻസ്റ്റഗ്രാമിൽ മെയിനായിട്ട് ഡെയിലി വ്ളോഗ്സ് എന്ന് പറയാൻ പറ്റുന്ന മടി, കാരണം ഡെയിലി ഇടാറില്ല. ഒരു വട്ടം തുടങ്ങിയതാണ് 100 days of challenge. അത് 2ാം ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ മടുത്തു. പക്ഷേ ഞാൻ തളരില്ല, ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാം. യു ക്യാൻ ടോക്ക് വിത്ത് മീ ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷൻ എത്രയൊക്കെ വന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തോ പറയണേന്നും. ബട്ട് വി ഹാവ് ടു ടോക്ക് നോ. യാ, സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ ചാനൽ. ഇനി നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും. സോ ബൈ.